മാത്രമേ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ തന്നെയും കോൺഗ്രസിന് അവർ പ്രതീക്ഷിച്ചിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. ഒരുപക്ഷെ ഭരണത്തിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ പോലും വലിയ തരത്തിലൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും വൈഷ്ണവ് സുരേഷിന്റെ വിജയത്തിലൂടെ. കാരണം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വൈഷ്ണവ് സുരേഷിനെയും വിജയിപ്പിച്ച് നഗരസഭയിൽ എത്തിക്കണം എന്നൊരു വലിയ ആഗ്രഹം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായിരുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ചിട്ടയായ ഒരു പ്രവർത്തനം, അച്ചടക്കത്തോടുകൂടി ഒരു പ്രവർത്തനം മുട്ടടയിൽ നമ്മൾ കണ്ടു. മുട്ടട അതായത് തിരുവനന്തപുരം നഗരം അല്ലെങ്കിൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 5 പ്രധാനപ്പെട്ട വാർഡുകളുണ്ട്. തമ്പാനൂര്, മുട്ടട, പാളയം, ഇങ്ങനെ തുടങ്ങുന്ന വഞ്ചിയൂര്, കണ്ണുമൂല, ഈ 5 വാർഡുകളിൽ ഈ 5 വാർഡുകളും CPM-ന്റെ ഏറ്റവും വലിയ കോട്ടയാണ്. ആ കോട്ടയിൽ ഒന്നിൽ നിന്നാണ് കോൺഗ്രസിന്റെ യുവ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒട്ടുമിക്ക സമരങ്ങളിലും മുന്നണി പോരാളിയായി ഇന്ന് പോരാടുന്ന വൈഷ്ണവ് വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര സംഭവമാണ്. എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയും യൂത്ത് കോൺഗ്രസും ഒപ്പം നിന്ന് പോരാടിയപ്പോൾ ജനമനസ്സറിഞ്ഞുകൊണ്ട് വൈഷ്ണയ്ക്ക് ഒരു അംഗീകാരമായി നൽകി. അങ്ങനെ വൈഷ്ണവ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് എല്ലാവരും, അതായത് LDF-ഉം NDA-യും ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത്. പല പ്രമുഖരും, അതായത് കോൺഗ്രസിൻ്റെയും NDA-യുടെയും പല പ്രമുഖരും ഇതുവരെയായും പിന്നിലാണ്. പ്രത്യേകിച്ചും ശബരിനാഥിൻ്റെ അവിടെ നിന്നുള്ള വോട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ശ്രീലേഖ, മുൻ DGP ശ്രീലേഖ മത്സരിക്കുന്നിടത്ത് അവർ കുറച്ചു നേരത്തെ പിന്നിലായിരുന്നു. അങ്ങനെ പ്രമുഖർ പലരും പിന്നിലാണെന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ വൈഷ്ണവ് വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം UDF-ന്റെ ഒരു പല സ്ഥലങ്ങളിലും, ഗ്രാമപഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ UDF-ന് ഒരു തരംഗം സൃഷ്ടിക്കാൻ, UDF-ന് ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പല ഗ്രാമപഞ്ചായത്തുകളിലും UDF-ന്റെ ഒരു കടന്നുകയറ്റം കാണാൻ കഴിഞ്ഞിരിക്കുന്നു. LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന ഗ്രാമപഞ്ചായത്തുകളുണ്ട്. BJP-യും കാര്യമല്ലാത്ത തരത്തിൽ ചില പ്രതിരോധങ്ങളൊക്കെ സൃഷ്ടിച്ച ചില സ്ഥലങ്ങളിൽ കയറി വരുന്നു. പക്ഷേ കൊല്ലത്തേക്ക് വരുമ്പോഴാണ് വലിയ തരത്തിലുള്ള ഒരു മാറ്റം UDF-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. UDF-ന്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു തരംഗം കൊല്ലം കോർപ്പറേഷനിൽ, കൊല്ലം ജില്ലയിൽ. കാരണം പുനലൂരും കൊട്ടാരക്കരയിലും ഒക്കെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ UDF-ന് ഒരു വലിയ തരത്തിലുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ലീഡ് കടന്നു വരുന്നത്. കൊല്ലത്തിന്റെ ഗ്രാമപഞ്ചായത്തുകളിൽ അത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലയിലെത്തിയാൽ പത്തനംതിട്ട ജില്ലയിൽ BJP-ക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ UDF-ന്റെ ഒരു കടന്നുകയറ്റം നടക്കുന്നു. LDF-ന്റെ കടന്നുകയറ്റമുണ്ട്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട നഗരസഭയിൽ SDPയുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തിയിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പത്തനംതിട്ട നഗരസഭ. ആ പത്തനംതിട്ട നഗരസഭയിൽ കഴിഞ്ഞ പ്രാവശ്യം 3 സീറ്റുകളുടെ പിന്തുണ SDPI LDF-ന് നൽകിയിരുന്നു. ആ 3-ലും SDPI വലിയ ആധിപത്യം സ്ഥാപിക്കുന്നു. ഏറ്റവും വലിയൊരു ആധിപത്യം കണ്ടുവരുന്നുണ്ട്.